ഹായ് അസ്സാം വലൈക്കും. ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞായറാഴ്ച ദിവസത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എനിക്ക് ആഴ്ചയിൽ ഞായർ മാത്രമാണ് ലീവ് ഉള്ളത്. അന്നാണ് ഞാൻ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്കിംഗ് ഒക്കെ ആ ദിവസമായിരിക്കും ഞാൻ ചെയ്യാം. ഇപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അടുക്കളയുടെയും ഡൈനിങ് ഹാളിൻ്റെയൊക്കെ കോലമാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ അതൊക്കെ ക്ലീനിങ്ങിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഒരു സെറ്റ് ഞാൻ തിരുമ്പാനുള്ളത് ഇട്ടു കേട്ടോ. അപ്പം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പണി അവിടെ എടുത്തോളൂല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് വാഷ് ചെയ്യാൻ ഇട്ടതിന് ശേഷം ഞാൻ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് നീച്ചേ ഉള്ളൂ, ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി അതിന് ശേഷം നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇത് തുടയ്ക്കുകയാണ്. ഗ്ലാസിൻ്റെ ടേബിൾ ആയതുകൊണ്ട് തന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടയ്ക്കുമ്പം അതിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും. ടേബിൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു തവണ തുടച്ചതിന് ശേഷം ഒന്നും കൂടി തുണി കഴുകിയിട്ട് ഒരു തവണയും കൂടി ഞാനതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം കിച്ചണിലേക്ക് പോയിരിക്കുകയാണ്. കിച്ചൺ പറയണാകെ അലമ്പായി കിടക്കുകയാണ്. ഞായറാഴ്ച ആണെങ്കിലും ഇക്കാക്ക് ഷോപ്പ് തുറക്കാറുണ്ട് കേട്ടോ ഉച്ചവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകാനുള്ളത് കൊണ്ട് രാവിലെ ഒരു തിരക്കിട്ട കുക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഒന്നും ക്ലീൻ ചെയ്തിടാനോ ഒന്നും അതാത് സ്ഥലത്ത് വയ്ക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഓരോന്ന് അതാത് സ്ഥലത്ത് വയ്ക്കുന്നതും അവിടെ എല്ലാം ഒന്ന് തുടച്ചിടുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കിച്ചണിനല്ല, നമ്മൾ വീട് മൊത്തം ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അതാ ആ ഭാഗം കഴിഞ്ഞു. പിന്നെ മെയിൻ കൗണ്ടർ ടോപ്പിലേക്ക് വന്നതാണ്. അവിടെ വെളിച്ചെണ്ണ ഇതേപോലെ ബോട്ടിലാക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ആക്കിയിട്ടില്ലായിരുന്നു. രാവിലെ തിരക്കിൽ ഞാൻ പെട്ടെന്നാണ് ആലോചിച്ച് വെളിച്ചെണ്ണ തീർന്നത്. അപ്പോൾ പിന്നെ അത് ബോട്ടിലേക്ക് മാറ്റി അതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്ത് എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. എൻ്റെ അടുക്കള വളരെ ചെറിയൊരു അടുക്കള കേട്ടോ. പിന്നെ ഈ വീട് നമ്മുടെ സ്വന്തം വീടല്ല, ഇവിടെ ഞങ്ങൾ റെൻറ്റിന് താമസിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇവിടേക്ക് മാറിയതാണ്. പണി കഴിയുന്നത് വരെ ഇപ്പം ഏകദേശം ഒരു വർഷമായിട്ടോ ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ ഇവിടെ. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനോ ഫിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റുകയില്ല. അപ്പോഴേക്കും ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുക്കളയിൽ പാത്രങ്ങൾ നല്ലോണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ് കേട്ടോ അത് കഴിച്ചതും ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗം ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ മന്ത്ലി ഗ്രോസറിയുടെ വീഡിയോയിൽ 1-2 കമൻറ്റുകൾ കണ്ടു, എന്താണ് ജോലി, എവിടെയാണ് താമസം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ എന്നെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ്. ഞാനും ഹസ്ബൻഡും ഒക്കെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ കാലിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഇവിടെ തന്നെയാണ് കോഴിക്കോടിലാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ ജോലിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ഫാർമസിസ്റ്റാണ്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു ഫാർമസി ഉണ്ട് ഇവിടെ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കായിട്ടാണ് ഞങ്ങളുടെ ഫാർമസി ഉള്ളത്. ഹസ്ബൻഡാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ അവിടുത്തെ ലൈസൻസി ആയിട്ട് നിൽക്കുകയാണ്. കൂടെ ഒരു ഫാർമസിസ്റ്റ്, അതായത് അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഡെയിലി പോകുന്നുണ്ട്. മൺഡേ ടു സാറ്റർഡേ എനിക്ക് ജോലിയാണ്, സൺഡേ ഒഴിവാണ്. പക്ഷേ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ, ഇങ്ങനൊരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഞങ്ങൾ ഓപ്പൺ ചെയ്യാറുണ്ട്. ഉച്ചവരെ ഹസ്ബൻഡാണ് നിൽക്കുക. ഉച്ചവരെ നിൽക്കും. ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് ടൈമൊക്കെ ആകുമ്പോൾ വന്നിട്ട് പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് പിന്നെ ഓപ്പൺ ചെയ്യുക. ഞങ്ങൾക്ക് 2 മക്കളാണ്, 2 ആൺകുട്ടികൾ. അവർ രണ്ടുപേരും പഠിക്കുന്നു. മൂത്താൾ 4th സ്റ്റാൻഡേർഡിലും രണ്ടാമത്തെ ആൾ UKGയിലുമാണ് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ 4 പേരുമാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. നമ്മളുടെ വീട് പണി റീസെൻ്റായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതുവരെ താൽക്കാലികമായിട്ട് ഞങ്ങളിവിടെ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ അത് ഏകദേശം എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിയെ പറ്റിയിട്ടും ഒരു ഏകദേശം രൂപം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു.
പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കുകളൊക്കെ, അതായത് പാലിൻ്റെ കവറ്, ചിക്കൻ്റെ കവറ്, മീനിൻ്റെ കവറ്, അങ്ങനത്തതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞിട്ടാണ് കേട്ടോ ഡിസ്പോസ് ചെയ്യാറ്. പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. അതിന് ശേഷം ഇതാ ആ സിങ്കിൻ്റെ ആ ഏരിയയും ഈ ഭാഗമൊക്കെ നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്യാണ് കേട്ടോ. സ്റ്റീൽ ബോൾ വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. ഞാനിപ്പം കുറച്ചായി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നാശാവുന്നതിനനുസരിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഞാനൊരു റുട്ടീനായിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. നാശമായി എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ കഴുകാറാണ് പതിവ്. ഇത് ശരിക്കും റുട്ടീനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏത് സമയം ക്ലീനായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ക്ലീനിങ് റുട്ടീൻ ആയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. എവിടെയാണോ നാശമായി കിടക്കുന്നത് ഞാൻ അപ്പം അവിടെ ക്ലീൻ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമാണ് ഞാനിന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ലെങ്കിലും നാശമായി കിടക്കുന്നുണ്ട് ആ ഒരു ഏരിയ. ഞാൻ കുറച്ചായി ആ ഭാഗമൊക്കെ ഒന്ന് തൊട്ടിട്ട്. അപ്പോൾ അവിടെയുള്ള ആ ഒരു ഒണിയൻ റാക്ക് ഞാൻ മാറ്റി. അവിടെ ഞാൻ നേരത്തെ കഴുകിയിട്ട് ഉണക്കാൻ വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു വോൾ ടൈലും അല്ലാത്ത മറ്റേ ടൈലും ഒക്കെ നന്നായിട്ടൊന്ന് ഞാൻ ഇതേപോലെ സ്റ്റീൽ ബോൾ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ആ ഭാഗം ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വൈപ്പർ വെച്ചിട്ടാണ് ഇതൊക്കെ തുടയ്ക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആഴ്ചയൊന്നും ഇതേപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് പുറത്തു പോകാനുണ്ടാകും, ചില ദിവസം എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടാകും. അപ്പം ഒന്നുമില്ലാത്ത ദിവസങ്ങൾ ഇതേപോലെ ഞാൻ എന്തെങ്കിലും ഒരു ഏരിയ, ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം ഒരു റുട്ടീനാക്കിയിട്ടില്ല, റുട്ടീനൊക്കെ ആക്കിയെടുക്കണം. ഇത് എൻ്റെ ചെറിയ മോനാണ് കേട്ടോ. ഞാൻ ജോലി ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും ശരി, ഇതേപോലെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അവരെന്ത് കളിയിലാണെങ്കിലും രണ്ടാളും ഇടയ്ക്ക് വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞും കളിച്ചും ഒക്കെ ആയിട്ട് പിന്നെയും അവർ പോവും. പിന്നെയും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. ഉമ്മ ഇത് എന്ന് പറഞ്ഞിട്ട് അതും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഏരിയ, സ്റ്റൗ ഏരിയ, ഇത് വേറെ തന്നെ ഒരു പാർട്ടീഷൻ ചെയ്ത പോലെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഇതേപോലെ കുക്കിംഗ് ഏരിയ ആക്കി മാറ്റിയതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ അതൊക്കെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചാണ്. ഇനി ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, വേറൊരു ചെറിയൊരു ഭാഗമാണ്. ഡൈനിങ് ഹാള് കഴിഞ്ഞിട്ട് കിച്ചണിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയൊരു റൂമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയൊരു ഏരിയ ആണിത്. അപ്പോൾ അവിടെ ഞാൻ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പണ്ടേത്തെ ബാലരമ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി വായിച്ചതല്ലേ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നു കേട്ടോ. ഇവിടെയാണ് മക്കളുടെ സ്റ്റഡി ടേബിൾ വെച്ചിട്ടുള്ളത്, TV വെച്ചിട്ടുള്ളത്, അയൺ ടേബിളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും കുറേ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റാഗി ഇതേപോലെ ഇടയ്ക്കൊന്ന് കലക്കിയിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. ലൂസാക്കിയിട്ട് കലക്കും. സാധാരണ പാലിലാണ് ചെയ്യാറ്, ഇപ്പോൾ പാലില്ലാത്തതും കൊണ്ട് ആക്കിയെന്ന് മാത്രം. അപ്പോൾ അത് ചൂട് തണയാനുള്ള സമയം കൊണ്ട് ഞാൻ നേരത്തെ വാഷ് ചെയ്തത് ഡ്രൈ ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അയലിൽ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അത് ഞാൻ രാവിലെ കണ്ടിട്ട് ഇറക്കിയാണ്. അപ്പോൾ അത് നനഞ്ഞെടുക്കായിരുന്നു. അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പം ഒന്ന് ഉണക്കാനിട്ടതാണ്. അതിനുശേഷം അതേപോലെ എല്ലാം ഒന്ന് വിരിച്ചിടാണ്. എനിക്ക് മുറ്റത്ത് ചെറിയ അയലാണുള്ളത്. ഇവിടെ കുറച്ചെണ്ണേ പോകുള്ളൂ, ബാക്കി ഞാൻ ചിക്കിടുന്നതൊക്കെ മുകളിലാണ് കേട്ടോ. അതായത് ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. ആ ഭാഗത്ത് നല്ല വലിയൊരു അയലുണ്ട്. നമ്മൾ ഈ വിരിച്ചിടുന്ന സാധനത്തിന് നമ്മുടെ നാട്ടിൽ അയലെന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ ആരൊക്കെ ഇവിടെ നിന്നൊക്കെ കാണുന്നതെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതും വിരിച്ചിട്ടതിന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി പണി ഇപ്പോൾ കിച്ചണിൽ തന്നെ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് എല്ലാം കൂടെ എനിക്കല്ല കേട്ടോ, മക്കൾക്കും ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയാണ്. ഇപ്പോൾ അത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതും ഇതേപോലെ റാഗിയും കൂടി ഒന്ന് കഴിച്ച് കുറച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം പണിയെടുക്കുമ്പം നമ്മൾക്ക് ഓടി നടക്കാനുള്ള ഒരു ഫ്യൂലും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കുറച്ച് സമയത്തെ ബ്രേക്ക് ടൈം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കൊല്ലായി ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. കുറച്ച് തുണി മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊല്ലായിൻ്റെ ഈ ദിവാൻ കോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതാ എൻ്റെ ആമിക്കുട്ടിയാണ് കേട്ടോ ഈ കണ്ടത്. ആമി എൻ്റെ ഒരു പൂച്ചയാണ്.
ആദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് 3 ആയിട്ടുണ്ട്. മാഷാല്ലാ 2 കുട്ടികളുണ്ട് ഇപ്പം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഈ മെസ്സായി കിടക്കുന്ന സ്ഥലത്തേക്ക് ആൾക്ക് വലിഞ്ഞു കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ അടിച്ചു വാരി കുട്ടിയെടുത്ത് കൂടെയൊക്കെ നടക്കുക, അതേപോലെ വേസ്റ്റ് ബാസ്ക്കറ്റ് മറിച്ചിടുക, ഇതൊക്കെ പുള്ളിക്കാരിയുടെ ഹോബീസാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ കൊലായിൽ നേരത്തെ ഞാൻ കൊണ്ടുവച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. തരം തിരിച്ച് തന്നെ ഞാൻ മടക്കി വെക്കുകയാണ്. അപ്പം എനിക്കത് ആ ഓർഡറിൽ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റും. പിന്നെ മോന് ബാക്കിൽ പഠിക്കുന്നുണ്ട്. അവന് നാളെ എക്സാം ഡിക്റ്റേഷനൊക്കെ ഉണ്ട്. പറഞ്ഞാലേ പഠിക്കാനിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആളങ്ങനെ പഠിച്ചോളും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദിവാൻ കോട്ടൊക്കെ ഒന്ന് തട്ടി വിരിക്കുകയാണ്. ദിവാനിലെ മുകളിൽ ഇങ്ങനെ തുണി വിരിച്ചിരുന്നത് ഭയങ്കര വൃത്തികേടാണെന്നറിയാം. പക്ഷേ മക്കളുള്ളടുത്ത് നടക്കണ കാര്യമല്ല, കാരണം ഇത് പുതിയതാണ്. അപ്പം മക്കൾ അതിൻ്റെ മുകളിൽ ചാടി കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ബെഡ്റൂമിലേക്ക് വന്നു. 2 ബെഡ്റൂമാണ് ഉള്ളത്. മറ്റേ റൂം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ റൂമാണ് നാശമായി കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ അലമാരയിലേക്ക് വെച്ചു. എല്ലാം ഒന്ന് തട്ടി വിരിച്ച് വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ബാക്ക് ടു കിച്ചൺ. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തിട്ട ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പാത്രങ്ങൾ പിന്നെയും സിങ്കിൽ നിറഞ്ഞു കേട്ടോ, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഉള്ളിയുടെ റാക്ക് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ സ്ഥാനത്തേക്ക് തന്നെ വെച്ചു. പിന്നെ കുറച്ച് ഒഴിഞ്ഞ പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഒരു ഇതിലേക്ക്, ഇതിൻ്റെ മുറന്നാണ്ട് വേണം നമ്മുടെ നാട്ടിൽ പറയാം, അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇനി അതൊന്ന് വെയിലത്തേക്ക് വെക്കണം. അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. അപ്പോൾ അത് ആ ക്ലീനിങ് പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി കുക്കിംഗ് ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ എന്ന് പറയുമ്പം മഞ്ഞച്ചോറ് എന്നാണ് പറയുക. നല്ല ടേസ്റ്റുള്ള ചോറാണ്, തേങ്ങാച്ചോറെന്ന് പറയും ചില സ്ഥലത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക്, ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കായും 3 പീസ് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു ഫുൾ ഉള്ളി അതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വേറെ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് അരിയാണെങ്കിൽ 3 കപ്പ് വെള്ളം, അതാണ് കണക്ക്. 1:3 റേഷ്യോ. ഈ ഒരു കപ്പിലാണ് ഞാൻ അരി എടുക്കുന്നത്. അത് 1 കപ്പാണ്. അതിലേക്ക് ഞാനൊരു 3 കപ്പ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് വയ്ക്കുകയാണ്. അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കുറുവരിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ മറ്റേ അടുപ്പിൽ ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് കുക്കറിൽ ആദ്യം ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ഉലുവാൻ്റെ സീഡ്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഴുകിയ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറുവരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ കുറുവരിയാണ്. മഞ്ഞച്ചോറിന് കുറുവരിയാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അവിടെ അരി വേകുന്ന സമയം കൊണ്ട് ഞാൻ ബാക്ക് ടു ബീഫ് കറിയാണ് കേട്ടോ അതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ബീഫ് കറിയിലേക്ക് ബാക്കി ചേരുവകൾ ചേർക്കുകയാണ്. അപ്പം അടുത്തായിട്ട് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇതും കൂടി മിക്സിയിൽ അരച്ചിട്ട്, അതായത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് വാടിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് തക്കാളി നല്ല ഒരു സോഫ്റ്റായിട്ട് വരുന്നവരെ നമ്മളൊന്ന് വാട്ടിയെടുക്കണം. അതിന് ശേഷം ഒരു 2 ഉരുളക്കിഴങ്ങാണ് അതേപോലെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഞാൻ ചേർക്കുന്നത് 1.5 ടീസ്പൂണ് കാശ്മീരിയാണ്. പിന്നെ ഗരം മസാല 1 സ്പൂണ്, ബീഫ് മസാല 1 സ്പൂണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ വാട്ടി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക.
ഈ മസാലകളൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഒരു പിടി കറിവേപ്പിൻ്റെ ഇല ഞാൻ അതിലിട്ട് കൊടുത്തു. പിന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ നോക്കുമ്പം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം മൂടി വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഈ മഞ്ഞച്ചോറിലേക്ക് ചെറിയൊരു അരപ്പ് ഉണ്ടാക്കാനുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം, അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതേപോലെ തരിതരിയായിട്ട് അരച്ചാൽ മതി. നല്ല മഷി പോലെ ഒന്നും അരിഞ്ഞ് കിട്ടണ്ട, തരിതരിയായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറ് ഒരു 80% വേവാകുമ്പോഴാണ് ഈ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഫുള്ളായിട്ട് വെന്തിട്ടല്ല, അതിന് മുമ്പേ തന്നെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് അധികമൊന്നും ആവില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ചോറിന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇതിൽ മഞ്ഞ കളർ കുറച്ച് കുറവാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ എന്നും ബീഫ് കറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷന്. നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോറാണ് കേട്ടോ ഈ മഞ്ഞച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു പിടി കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഈ മഞ്ഞച്ചോറ് എന്ന് പറയുമ്പം എപ്പോഴും ഒരു നല്ല ഓർമ്മയാണ്. ഈ നബിദിനത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഈ മഞ്ഞച്ചോറിന്. വർഷത്തിലൊരിക്കൽ കിട്ടുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിന് ഇത്ര രുചിയെന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ അതാ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേവാനുണ്ട്, ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. അപ്പോൾ ഇതേപോലെ പരത്തി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് മഞ്ഞച്ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ വേവ് നോക്കുമ്പോൾ വേവൊക്കെ കറക്റ്റാണ്. വേവ് നോക്കുക. ഇനിയും വേവാനുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വേവിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതാ ലഞ്ച് ടൈം ആയപ്പോഴേക്കും ഇക്കാക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കുകയാണ്. എല്ലാ സൺഡേസും ഒന്നും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പം ചില സൺഡേസൊക്കെ നമുക്കിങ്ങനെ കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കാറാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുവരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്തത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ഫ്രം ഷിഫ.